ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ്. ലോകമെമ്പാടും ആൾക്കാർ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് വേളാങ്കണ്ണി. അപ്പോൾ വേളാങ്കണ്ണിയിലേക്ക് ഇന്ന് ഞാൻ ഒരു യാത്ര പോവുകയാണ്. അപ്പോൾ ഞാൻ യാത്ര പോകുന്നത് എൻ്റെ മദറിൻ്റെ നാട്ടിൽ നിന്നാണ് പോകുന്നത്. പട്ടാമ്പി ചാലശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് പോകുന്നത്. അപ്പോൾ എൻ്റെ വീട് കോഴിക്കോടാണ്. ക്രിസ്മസ് ആയിട്ട് നാട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ എൻ്റെ നാട്ടിൽ നിന്നാണ് ഞാൻ പോകുന്നത്. പട്ടാമ്പി ടു തിരുച്ചിറപ്പള്ളി ആണ് ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. AC റിസർവേഷൻ സ്ലീപ്പറൊക്കെ ഫുൾ ബുക്ക്ഡാണ്, ഫുള്ളാണ്. അപ്പോൾ സിറ്റിംഗ് ചെയർ കാർ എന്ന് പറഞ്ഞിട്ടുള്ള സീറ്റിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി പോകുന്ന കാഴ്ചകളൊക്കെ ഇനി നമുക്ക് നേരിൽ കാണാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മുടെ ട്രെയിൻ അങ്ങനെ വന്നിരിക്കുന്നു. നമ്മളുടെ ട്രെയിനിൻ്റെ സീറ്റിൻ്റെ സിറ്റിംഗ് ആണ്. അപ്പോൾ സിറ്റിംഗ് സീറ്റിൻ്റെ ഇതാണ്. ട്രെയിനിപ്പോൾ പട്ടാമ്പി വിട്ടിട്ടേ ഉള്ളൂ. ഇനി നമ്മളിപ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് പോവുകയാണ്, ഷൊർണൂർ ജംഗ്ഷൻ. ഹലോ ഗൈസ്, നമ്മുടെ സീറ്റിൻ്റെ അടിയിൽ ആരോ വേസ്റ്റൊക്കെ ഇതാക്കിയിട്ടുണ്ട്. അപ്പോൾ അവരെ ക്ലീൻ ചെയ്യാവുന്നതാണ്. ഇന്ത്യൻ റെയിൽവേന്ന് വിളിച്ചപ്പോൾ അപ്പോൾ അങ്ങനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ക്ലീൻ ചെയ്യാൻ വരും. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ സ്റ്റേഷൻ വിട്ടിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഷൊർണൂർ ജംഗ്ഷൻ വിട്ടിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഉച്ചത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് ഭക്ഷണത്തിന് നമുക്ക് അപ്പവും ചിക്കൻ കറിയായിരുന്നു. അപ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് നമ്മൾ ട്രെയിനിൻ്റെ AC കമ്പാർട്ട്മെൻറ്റിലൊക്കെ പോവുകയാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് പോയി നോക്കാം. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. പാലക്കാട് ജംഗ്ഷൻ പാലക്കാട് എത്തിയിരിക്കുന്നു നമ്മളങ്ങനെ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ AC കോച്ചിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. നമ്മുടെ ചെന്നൈ എഗ്മോറിൻ്റെ ലാസ്റ്റ് കോച്ചാണിത്, AC കമ്പാർട്ട്മെൻറ്റ്.
AC തണുപ്പ് വന്നത്. നമുക്ക് AC-ൻ്റെ ബാത്റൂം നോക്കി നോക്കാം. ഇത് AC-ൻ്റെ ബാത്റൂമാണ്. AC-ൻ്റെ ബാത്റൂമിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഫാനുണ്ട്. ഇത് ഇന്ത്യൻ സ്റ്റൈൽ ബാത്റൂമാണ്. ഇനി നമുക്ക് മറ്റേ വേറെ ഇതുണ്ട്, ബാത്റൂമുണ്ട്, യൂറോപ്യൻ സ്റ്റൈൽ ബാത്റൂം. അപ്പോൾ യൂറോപ്യൻ സ്റ്റൈൽ ബാത്റൂം തുറക്കുകയാണ്. ഇത് യൂറോപ്യൻ സ്റ്റൈൽ ബാത്റൂമാണ്. വൃത്തിയൊക്കെ ഉണ്ട്. AC-യിൽ മാത്രമേ വൃത്തിയുള്ളൂ, വേറെ എവിടെയും വൃത്തിയൊന്നുമില്ല. ഇനി നമുക്ക് നമ്മുടെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ചെന്നൈ എഗ്മോറിൻ്റെ AC കമ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയാണ് വരുന്നത്. സോറി, ഓക്കെ ഓക്കെ, നോ പ്രോബ്ലം. ഒരാൾ വീഡിയോ എടുക്കുമ്പോൾ അയാളെ പെട്ടെന്ന് കയറിയിട്ട് സോറി അതാണ്. ഓക്കെ, ഇറ്റ്സ് ഓക്കെ. ഹലോ ഗൈസ്, നമ്മൾ ഈ കേരള വിട്ടിട്ട് പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ വേറൊരു കാര്യം സൂക്ഷിക്കാണ്ട്. ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വരും, മനസ്സിലായി പറയുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഈ ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വരും. അവരെടുത്തിട്ട് നമ്മൾ പോക്കറ്റിൽ കയ്യിൽ പൈസ എടുക്കും, അതൊക്കെ ചോദിക്കും. പക്ഷെ നമ്മളൊന്നും കൊടുക്കരുത്. എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കണം. ട്രാൻസ്ജെൻഡേഴ്സൊക്കെ വരുന്നത് അത്രേ പറയാനുള്ളൂ. അപ്പോൾ നമ്മൾ നമ്മുടെ സ്ഥലത്തേക്ക് പോകാൻ പോവുകയാണ്. കുറേ ഉണ്ട്. എൻ്റെ ബോഗി 7th ബോഗിയാണ്. ഈ മറ്റേ AC ഒക്കെ വരുന്നത് ലാസ്റ്റ് ബോഗികളുടെ വരുന്നത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഞാനിപ്പോൾ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ പോതന്നൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. പാലക്കാട് വിട്ട് പോതന്നൂർ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് കോയമ്പത്തൂർ ജംഗ്ഷനാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോതന്നൂർ ജംഗ്ഷൻ എത്തിയിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മുടെ ട്രെയിൻ അങ്ങനെ കോയമ്പത്തൂർ ജംഗ്ഷൻ എത്തിയിരിക്കുന്നു. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും 5 മിനിറ്റ് മാത്രം നിർത്തിയിട്ട് ട്രെയിൻ വിടുകയായിരുന്നു. ഇപ്പോൾ ട്രെയിൻ വിട്ടിരിക്കുന്നു. കോയമ്പത്തൂർ ജംഗ്ഷനിൽ നിന്നും ട്രെയിൻ വിട്ടിരിക്കുന്നു. അടുത്തത് കോയമ്പത്തൂർ നോർത്ത് പറഞ്ഞിട്ടുള്ള സ്റ്റേഷനാണ്. അവിടെയാണ് ഇനിയിപ്പോൾ നിർത്തുക. പിന്നെ ഈറോഡ് ഒക്കെയാണ് സ്റ്റേഷൻ വരുന്നത്. ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ ട്രെയിനിൻ്റെ പേര് മംഗലാപുരം തമ്പാരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ് നമ്മുടെ ട്രെയിനിൻ്റെ പേര്. ഓക്കെ, ഇപ്പോൾ കോയമ്പത്തൂർ ജംഗ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വൈകുന്നേരം 6 മണിയായിരിക്കുന്നു. അങ്ങനെ നമ്മൾ ഈറോഡ് ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. ഈറോഡ് ജംഗ്ഷൻ നമ്മളങ്ങനെ ഈറോഡ് ജംഗ്ഷനിലെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ വൈകുന്നേരം 6 മണിയായിട്ടേ ഉള്ളൂ. വൈകുന്നേരം 10 മണിക്കാണ് എത്തുക തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ. ഓക്കെ, ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഖാരൂർ സ്റ്റേഷനിലേക്ക് എത്തിയിരിക്കുന്നു. ഖാരൂർ പറഞ്ഞ ഏതോ ഒരു സ്റ്റേഷനിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു. ഇപ്പോൾ സമയം രാത്രി 9:15 ട്രെയിന് 2 മണിക്കൂർ ലേറ്റാണ്. ഹലോ ഗൈസ്, ഇപ്പോൾ സമയം രാത്രി 11 മണിയായിരിക്കുന്നു. ഏതോ ഒരു പട്ടിക്കാട്ടിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ.
ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് പെട്ടെന്ന് എടുക്കും. ഏതൊരു പട്ടിക്കാട്ടിലെത്തിയിട്ട് ഇപ്പോൾ സമയം 11:05. ഹലോ ഗൈസ്, ഫൈനലി അങ്ങനെ നമ്മൾ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിൽ എത്തിയിരിക്കുന്നു. തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ നമ്മൾ എത്തിയത് 11:30-നാണ്. ഹലോ ഗൈസ്, അങ്ങനെ തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ എത്തിയ സമയം 11:40-ആണ്. 11:40 PM നമ്മൾ എത്തിയത് ഇവിടെ. അങ്ങനെ നമ്മളിപ്പോൾ ഈ തിരുച്ചിറപ്പള്ളി ജംഗ്ഷൻ്റെ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. ഇത് എനിക്ക് തോന്നുന്നത് 7-8 പ്ലാറ്റ്ഫോം ഉണ്ട് തോന്നുന്നു. നമ്മളിപ്പോൾ പുറത്തേക്ക് പോകാൻ പോവുകയാണ്. നമ്മുടെ നെയ്റോസ്റ്റ് വന്ന് ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് തിരുച്ചിറപ്പള്ളി ബസ് സ്റ്റാൻഡിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ ഫുള്ള് കേരവന്മാരത്തെ ഫുൾ ബസ്സുകളാണ് ഇവിടെ ഉള്ളത്. ഫുൾ ചെന്നൈ, കോയമ്പത്തൂർ, കർണാടക, കുറേ അങ്ങനത്തെ ബസ്സുകളുണ്ട്. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ പോകും, ചിലപ്പോൾ നമ്മൾ ട്രെയിനിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് വേളാങ്കണ്ണിയിലേക്ക് ബസ്സിലാണ് പോകുന്നത്. ഹലോ ഗൈസ്, നമ്മൾ അങ്ങനെ ആ ബസ്സിൽ പോയില്ല. കാരണം നമ്മൾ വേളാങ്കണ്ണി എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ അവർ നാഗപട്ടണം എന്നാണ് പറഞ്ഞത്. നാഗപട്ടണം ഇറങ്ങിയിട്ട് നമ്മൾ പോകാനാണ് പറഞ്ഞത്. ഇവിടുത്തെ ആൾക്കാരില്ലേ, ഇവിടുത്തെ ഈ തമിഴ്നാട്ടിൽ ആൾക്കാരെ വിശ്വസിക്കരുത്. എന്താ അറിയോ, ഒരു വഴി തെറ്റിക്കും, നമ്മളെ പറ്റിച്ചിപ്പോൾ. എനിക്ക് തമിഴ് അറിയുന്ന കാരണം ഞാൻ ചോദിച്ച്, അപ്പോൾ ഒരു പറയാണ് ഇവിടെ നാഗപട്ടണം മാത്രമേ പോകുള്ളൂ. നാഗപട്ടണം പോയിട്ട് അവിടുന്ന് വേറെ ഇറങ്ങിയിട്ട് ബസ്സിന് പോകണമെന്ന്. അപ്പം എങ്ങനെയുണ്ട്? ഇപ്പോൾ പിന്നെ ഇപ്പോൾ അങ്ങോട്ട് പോവുക, റെയിൽവേ സ്റ്റേഷനിലാണ് പോവുക. പിന്നെ എങ്ങനെയുണ്ട്? അടിപൊളി നാടെന്തായാലും. നമ്മളെ കേരളമാരെ എല്ലാ മക്കളെ ഓക്കെ. ഹലോ ഗൈസ്, ഞങ്ങളങ്ങനെ തിരുച്ചിറപ്പള്ളിയിൽ നിന്ന് ഞങ്ങളിപ്പോൾ രാത്രി 1:30 മണി. ഇപ്പോൾ ഒരു മനുഷ്യന്മാരില്ല. ബസ് സ്റ്റാൻഡിൽ പോയി ചോദിച്ചപ്പോൾ അവർ പറയുന്നത് വേളാങ്കണ്ണിക്ക് ബസ് ഇവിടുന്ന് വരും, ഇവിടുന്ന് വരുന്നു. ഇവിടെ വരലൊന്നുമില്ല. എത്ര നടക്കുന്നത്? വേളാങ്കണ്ണി എന്ന് പറഞ്ഞപ്പോൾ നാഗപട്ടണം ബസ്സിൽ ഒരു പിടിച്ച് കയറ്റി. ഇവിടുത്തെ പോലീസുകാരായാലും ആരായാലും പോലീസുകാരോടാണ് ചോദിച്ചത്. പോലീസുകാർ പറഞ്ഞ് നാഗപട്ടണം ബസ്സിൽ ഒരു പിടിച്ച് കയറ്റി. എന്നിട്ട് പറഞ്ഞ് വേളാങ്കണ്ണി പോകാമെന്ന്. അപ്പം അങ്ങനെ ഒരു ഇതുമില്ല. അങ്ങനെ കയറി കുത്തിയിരുന്ന് എൻ്റെ ഫാദറാണ് ചോദിച്ചത് വേളാങ്കണ്ണി പോകാമെന്ന്. അങ്ങനെ ഞാൻ പോയി ചോദിച്ച്, തമിഴിൽ ഞാൻ അവരോട് പോയി ചോദിച്ച്, ഇത് വേളാങ്കണ്ണി ചർച്ചിൽ പോവോ അതോ നാഗപട്ടണം വരെ പോവുമെന്ന്. അപ്പോൾ അവരറിയാണ് നാഗപട്ടണം വരെ പോവുള്ളൂ, നാഗപട്ടണത്തിൽ നിന്ന് നിങ്ങൾ വേറെ ബസ് കയറി പോകണമെന്ന്. പിന്നെ നാഗപട്ടണം നിന്ന് വേറെ ബസ് കയറി പോവുകയാണെങ്കിൽ പിന്നെ അതിന് കയറേണ്ട ആവശ്യം ഉണ്ടാവും. അപ്പോൾ അതാണ് ഈ തമിഴ്നാട് ആൾക്കാരെ വിശ്വസിക്കരുത്. തമിഴ്നാട് എന്നല്ല, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഒറീസ, വെസ്റ്റ് ബംഗാൾ അങ്ങനത്തെ സ്ഥലങ്ങൾ കേരളം വിട്ടിട്ടുണ്ടെങ്കിൽ കാര്യം പോക്കാം. നിങ്ങൾ സൂക്ഷിച്ചോ, എല്ലാ സ്ഥലത്ത് പോകുമ്പോൾ സൂക്ഷിച്ചോ. ചോദിച്ച് അറിയുന്ന ആൾക്കാരെ കൂട്ടി പോവുക, അല്ലെങ്കിൽ ടൂർ പ്ലാനേഴ്സിനെ കൂട്ടിയിട്ട് പോവുക, അറിയുന്ന ആൾക്കാരെ കൂട്ടി പോവുക. ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് ഇവിടെ കുടുങ്ങാൻ നിൽക്കരുത്. ഇപ്പോൾ എനിക്ക് തമിഴ് അറിയുന്ന കാരണം കുറച്ച് എന്തെങ്ങനെയൊക്കെയോ പറഞ്ഞ് മനസ്സിലാക്കി. ഇപ്പോൾ പിന്നെ രജിസ്റ്ററിൽ പോവാണ് ഇപ്പോൾ. ഹലോ ഗൈസ്, നമ്മളങ്ങനെ വീണ്ടും തിരുച്ചിറപ്പള്ളി ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുന്നു.